ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോബ്ലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മജിയുടെ പാദങ്ങളിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒക്ടോബറിന് പിങ്ക് നിറം. മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം, ഒക്ടോബർ ഒരു ക്യാൻസർ അവയർനെസ്സിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ സഞ്ജു സിറിയക്ക്, അദ്ദേഹം രാജഗിരി ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതനും അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ വാട്സപ്പ് DP-യിൽ ഞാൻ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഒരു ക്യാൻസറിൻ്റെ ഒരു അവയർനെസ്സിനെ കുറിച്ചാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അല്പസമയം നമ്മുടെ ചാനലിൽ കൂടി സംസാരിക്കുവാൻ ഞാൻ ഇതിനെപ്പറ്റി ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ഡോക്ടറല്ല, എങ്കിലും 2014 എൻ്റെ ജീവിതത്തിലെ വളരെ വലിയൊരു ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോവുകയുണ്ടായി. ക്യാൻസറിൻ്റെ തിക്ത അനുഭവങ്ങൾ എൻ്റെ കുടുംബിനിയുടെ ജീവിതത്തിലുണ്ടായി. ഇപ്പോൾ അവരെന്നോടൊപ്പം ഇല്ല. എന്നാൽ ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ക്യാൻസർ, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ. കേരളത്തിലല്ല, ലോകത്തിലുടമാനം ഏകദേശം 90% ആളുകളിലും ഈ രോഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ പണ്ടത്തെ കാലത്തേക്കാളും വ്യത്യസ്തമായി ഇപ്പോഴും നൂതനമായ ചികിത്സാ രീതികളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ക്യാൻസർ രോഗം ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഇല്ല എങ്കിൽ ക്യാൻസറിൻ്റെ സ്റ്റേജുകൾ മാറുകയും നമുക്ക് ഇതിൻ്റെ തിക്ത അനുഭവങ്ങളൊക്കെയും നമ്മളും കൂടെ നിൽക്കുന്നവരുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അതാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദേശത്തിലൂടെ പറയുവാനുള്ളത്. ആദ്യമായി ഒരു ക്യാൻസർ രോഗം നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെ എന്ന് നമ്മുടെ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം. കാരണം നമ്മൾ ആദ്യമായിട്ട് പലപ്പോഴും അത് പ്രത്യേകിച്ച് സ്ത്രീകൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് സ്ഥാനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ. അതായത് ചെറിയൊരു തടിപ്പോ എവിടെയെങ്കിലും നിറവ്യത്യാസമോ കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 2008 ഞങ്ങൾ ക്യാൻസർ രോഗവുമായി ഞങ്ങൾ ഒരു ആശുപത്രിയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഒരു പിമ്പിൾ പോലെ ഒരു ബ്രസ്റ്റിലുണ്ടായിരുന്ന ഒരു തടിപ്പായിരുന്നു. അപ്പോൾ ഞാനതധികം ശ്രദ്ധിച്ചില്ല എന്നാണ് സത്യം. പുള്ളിക്കാരിയും അതൊരു കാര്യമാണ്, വേദനയൊന്നുമില്ലാതെ ഒരു പിമ്പിൾസ് പോലെ അതിനെ കണ്ടുള്ളൂ. പക്ഷേ നമ്മളൊരു ലോക്കൽ ആശുപത്രി, ഞാൻ ആശുപത്രിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ലോക്കൽ ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സർജൻ, അദ്ദേഹം ഇത് കണ്ടിട്ട് പറഞ്ഞു, ഇതൊരു പ്രശ്നമൊന്നുമില്ലാത്ത ഒരു മുഴയാണ്, എങ്കിലും അങ്ങനെ ഞങ്ങളെ പറഞ്ഞ് അല്പം മരുന്നൊക്കെ തന്നു വിട്ടു. വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ ചെല്ലുകയും അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി പറയുകയും ചെയ്തു. ഇങ്ങനെ ഈ പിമ്പിള പല ഭാഗത്തായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു FNAC എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തുകയുണ്ടായി. ഞാൻ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തടിപ്പ് ഉള്ള മുഴയുള്ള ഭാഗത്തേക്ക് സിറിഞ്ച് കടത്തിവിട്ട് അതിൽ നിന്നും ശേഖരിക്കുന്ന സ്രവം ബയോപ്സിക്ക് അയച്ച് അത് സ്ഥിരീകരിക്കുന്ന ഒരു ക്യാൻസർ രോഗമുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ടെസ്റ്റാണത്. അങ്ങനെ 3 ടെസ്റ്റുകൾ ഞങ്ങൾ ആ സമയത്ത് നടത്തി. ഈ 3ലും ഒരു കാരണവശാലും ഇത് ലഭിച്ചില്ല. എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് ഇതുപോലെ വന്നപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ആ ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയും അങ്ങനെ ഒരു മാമോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ഞാൻ പറയട്ടെ, ഈ മാമോഗ്രാമിനെ പറ്റി ഒന്നുകൂടെ പറയാം. അതൊരു ചെറിയൊരു സ്കാനിങ് പോലത്തെ ഒരു കാര്യം മാത്രമാണ്, നമ്മളാരും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അന്ന് 2009 അതിന് ഏകദേശം 3000 രൂപയോളം അടുത്താണ് അതിന് ചാർജ്. അപ്പോൾ നമുക്കൊരു നഷ്ടമല്ല. നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടെത്തുവാൻ 35 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളെല്ലാവരും ഈ ഒരു ടെസ്റ്റ് വർഷത്തിൽ 1 പ്രാവശ്യം നടത്തണമെന്നാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിന് എന്തെങ്കിലും ഒരു ചെറിയ ആരംഭമെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞങ്ങളുടെ അന്ന് ഞങ്ങൾ മാമോഗ്രാം ചെയ്തു, അതുമായിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു ഇതിനകത്തൊന്നും കാണുന്നില്ലെങ്കിലും നമുക്ക് ആ തടിപ്പ് ഓപ്പറേഷൻ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ലോക്കൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യുകയാണ് ഉണ്ടായത്.
ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ വലിയ കാര്യമായി കരുതുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഓങ്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റിനെ എങ്കിലും നമ്മൾ ആദ്യം തന്നെ ഈ ഒരു റിപ്പോർട്ട് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു കുഴപ്പമാണ് എന്ന് ഞാൻ പറയട്ടെ. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു സ്നേഹിതനായ ഡോക്ടർ നമ്മുടെ അയൽക്കാരനുണ്ടായിരുന്ന റേഡിയോളജിസ്റ്റ് നമ്മൾ ഒരു ചെറിയ കാര്യമായതുകൊണ്ട് അദ്ദേഹത്തെ കാണിക്കാഞ്ഞത് മൂലം ഇത് വീണ്ടും അടുത്ത ഈ ഓപ്പറേഷൻ ചെയ്തത് ബയോപ്സിക്ക് പോയിട്ട് വളരെ താമസിച്ചാണ് ഞങ്ങളെ കിട്ടിയത്. അപ്പോഴേക്ക് ക്യാൻസർ 3rd സ്റ്റേജ് കഴിഞ്ഞിരുന്നു. അതായത് ചില ക്യാൻസർ ഗ്രേഡ് വ്യത്യാസത്തിൽ വളരെ 2-3 ഗ്രേഡ് ക്യാൻസറുകളുണ്ട്. ഞാൻ ഒരു ഡോക്ടറല്ല, എന്നിലുള്ള എനിക്ക് കിട്ടിയ അറിവ് വെച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ അതൊരു വലിയ ഒരു ഗ്രേഡ് കൂടിയ ഒരു ഇതായിരുന്നു. നമുക്കത് സർജറി ചെയ്ത്, അതായത് ഞാൻ പറയട്ടെ, ആ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ വീണ്ടും കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്ക് ചെല്ലുകയും അവിടെ സർജറി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ നമ്മൾ മാമോഗ്രാം ചെയ്തത്, അതായത് പറയട്ടെ, ആ ലോക്കൽ ഹോസ്പിറ്റലിൽ അവർ CT സ്കാൻ ചെയ്യാതെയാണ് അന്ന് ഈ ഓപ്പറേഷൻ ചെയ്തത്. നോക്കട്ടെ, അതായത് നമ്മളെപ്പോഴും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറെ മാത്രമേ കൺസൾട്ട് ചെയ്യാവുള്ളൂ. സാധാരണ സർജന്മാരെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. പലരും ഇങ്ങനെയുള്ള ബ്രസ്റ്റ് പോലെയുള്ള സംഭവങ്ങളിൽ വരുമ്പോൾ, എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഒരു വിദഗ്ധനായ ഒരു ഡോക്ടറെ, അല്ലാതെ ഒരു ഓങ്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റിനെയെങ്കിലും നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. അല്ലാതെ വീണ്ടും ഒരു ചെറിയ പിമ്പിളാണെന്ന് പറഞ്ഞ് നമ്മളത് ഓപ്പറേഷൻ ചെയ്യാതിരുന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കാകും. ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ ബ്രസ്റ്റിൽ മാത്രമല്ല ഈ കഷത്തിലും മുഴകളുണ്ടായിരുന്നു. അതന്ന് CT സ്കാൻ ചെയ്യുകയായിരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ആൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിന് പുറകെ കേസിനോ ഒന്നും പോകാനായിട്ട് ഉള്ള സമയം ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ കാരിത്താസ് ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ ചെന്ന് ഞങ്ങൾ ഓപ്പറേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ക്യാൻസർ ആദ്യത്തെ ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ ഫസ്റ്റ് FNACയിലോ അതുപോലെ അതിന് മുമ്പ് തന്നെ മാമോഗ്രാം ചെയ്ത് കണ്ടെത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒക്ടോബർ മാസം ഈ മെഡിക്കൽ ടീം ഇതിനായി വേർതിരിച്ചിരിക്കുന്ന പിങ്ക് ഒക്ടോബർ എന്ന പേര് ഇതിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ബ്രസ്റ്റ് ഒന്ന് നിരീക്ഷിക്കണം എന്നാണ് ഡോക്ടർ വീഡിയോയിലൂടെ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴ്ഭാഗത്തായിട്ട് ഞാനത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒക്ടോബർ മാസത്തിൽ അല്പസമയം നമ്മുടെ സ്വന്തം പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ സ്വന്തം ബ്രസ്റ്റ് ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുമെങ്കിൽ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം ഡോക്ടർ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് മാമോഗ്രാമിന് നമ്മൾ ശ്രമിക്കുക. FNIC എന്ന് പറയുന്ന ടെസ്റ്റുകൾ ഡോക്ടർ പറഞ്ഞെങ്കിലും നമുക്കത് എപ്പോഴും അത് ഫലവത്താകണമെന്നില്ല. ഞങ്ങൾക്ക് തന്നെ 3 പ്രാവശ്യം ഈ FNIC ടെസ്റ്റ് എടുത്തിട്ടും ഞങ്ങൾക്ക് അതിൽ നിന്നും ഒന്നും ലഭിച്ചില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു മാമോഗ്രാമിന് തയ്യാറാകുന്നതായിരിക്കാം. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല. നമുക്ക് അഥവാ ഇനിയും ക്യാൻസറിൻ്റെ ഒരു ചെറിയ സെല്ലിങ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ഒരു വിദഗ്ധ ചികിത്സ നടത്തി നമുക്ക് അതിൽ നിന്ന് മുക്തരാകാൻ സാധിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാൻസറിൻ്റെ 1, 2, 3 സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഒന്നാമത് നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ അവരെ നമ്മൾ അതുപോലെ മെൻ്റലായിട്ട് നമുക്ക് അവരുടെ കൂടെ നമ്മൾ നിൽക്കുകയും അതുകൂടാതെ അവർക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ നമ്മൾ കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ഓങ്കോളജിസ്റ്റിനെ നമ്മൾ കാണുമ്പോൾ മറ്റുള്ള ഡോക്ടർമാരെ പോലെയല്ല അവർ ഇടപെടുന്നത്. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മോട് ഇടപെടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും ഒരു ഓങ്കോളജി ഫിസിഷ്യനെ തന്നെ ആദ്യം കാണിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുൻപോട്ട് ചെയ്യുവാൻ ഒരിക്കലും സ്ത്രീകൾ ഒരു ഓങ്കോളജിസ്റ്റിനെ തന്നെ കാണുകയുള്ളൂ എന്നൊന്നും നിങ്ങൾ വാശി പിടിക്കേണ്ട കാര്യമല്ല. ഡോക്ടർ നമ്മളെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം സഹോദരിയെ പോലെയോ ആണ് കാണുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ നിങ്ങളതിൽ യാതൊരു തരത്തിലുള്ള ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ നിങ്ങൾ വിചാരിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന ശേഷം ഈ പരിശോധനകൾ നടത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ക്യാൻസറിൻ്റെ ഈ ഒരു വ്യാപ്തി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വളരെ നാളുകൾ സന്തോഷപരമായി ജീവിക്കുവാനും സാധിക്കും.
സാമ്പത്തികപരമായ ലാഭം ഒക്കെ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഉണ്ടാകും. വലിയ ട്രീറ്റ്മെൻറ്റുകളൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും മുക്തനാകുവാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ ഡോക്ടർമാർ പറയുന്ന പോലെ പിങ്ക് മാസം ഒരു അല്പസമയം, നമുക്ക് ഒത്തിരി തിരക്കുണ്ടെങ്കിലും അല്പസമയം നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്രസ്റ്റുകൾ പരിശോധിക്കുക. അതിനുശേഷം എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്കൊരു നല്ല ജീവിതമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.